ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഒരു നോർമൽ കുർത്തിയെ എങ്ങനെ ഫീഡിങ് കുർത്തിയിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. ഞാൻ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്ത കുർത്തിയായിരുന്നു ഇത്. അപ്പോൾ ഇതിന് ഫീഡിങ് ഓപ്ഷൻ ഉള്ളത് കിട്ടിയില്ല, അതുകൊണ്ട് ഇതിന് ഫീഡിങ് ഓപ്ഷൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഇൻവിസിബിൾ സിബ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മാർക്കിങ്ങിലേക്ക് കടക്കാം. ആദ്യം തന്നെ ഷോൾഡറിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ ടാപ്പ് വെച്ചിട്ട് ഷോൾഡറിൻ്റെ സെൻറ്ററിൽ മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ മാർക്ക് ചെയ്ത സെൻറ്ററിൽ നിന്ന് താഴേക്ക് ഒരു 3 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. ആ 3 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നിന്നാണ് നമ്മൾ സിബിൻ്റെ സ്റ്റാർട്ടിങ് പോയിൻ്റ് വരുന്നത്. ഈ ടോട്ടൽ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചാണ്. 14 ഇഞ്ചിൻ്റെ അവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ 14 ഇഞ്ചും ആ 3 ഇഞ്ചും വരുന്ന അവിടെയാണ് നമ്മളെ സിബ് വരുന്നത്. ഇനി നമുക്ക് വേണ്ടത് 2 പീസാണ്. ഇതിലിപ്പോൾ ഞാൻ ലൈനിങ് എടുത്തിട്ടുള്ളത്. ലൈനിങ് വേണ്ടവർക്ക് ലൈനിങ് എടുക്കാം, അല്ല നല്ല ക്ലോത്ത് എടുക്കുന്നവർക്ക് നല്ല ക്ലോത്ത് എടുക്കാം. ഇതിൻ്റെ വിഡ്ത്ത് എടുത്തിട്ടുള്ളത് 3 ഇഞ്ചും ലെങ്ത്ത് എടുത്തിട്ടുള്ളത് 14 ഇഞ്ചുമാണ്. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് എടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ 2 സൈഡും ഇതുപോലെ മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. 2 സൈഡും ഇതുപോലെ മടക്കി കൊടുക്കണം. ഇനി നമുക്കതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 പീസും ഇതുപോലെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതേപോലെ തന്നെ മറ്റേ ഭാഗവും സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ചെയ്യാനുള്ളത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത ആ ലൈനിങ്ങിൻ്റെ സെൻറ്ററിൽ ഇതുപോലെ സ്കെയിൽ വെച്ച് ഒന്ന് വരച്ചു കൊടുക്കുക. 2 പീസിനും ഇതുപോലെ വരച്ചു കൊടുക്കുക. ഇനി നമുക്ക് ആ പീസ് ഇതുപോലെ ടോപ്പിൽ നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത ആ 3 ഇഞ്ചിൻ്റെ അവിടെ നിന്ന് കുറച്ച് മുകളിലോട്ട് കയറ്റിയിട്ട് ഒരു പിന്ന് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ താഴത്തെ ഭാഗത്തും ഇതുപോലൊരു പിന്ന് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷനിലും കൂടെ പിൻ ചെയ്ത് കൊടുക്കണം. ഒരു സൈഡ് പിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി മറ്റേ സൈഡും ഇതുപോലെ ലൈനിങ് വെച്ചിട്ട് അതേപോലെ തന്നെ പിൻ ചെയ്തെടുക്കണം. താഴെയും മുകളിലും ഒരേപോലെ വെച്ച് പിൻ ചെയ്തെടുക്കണം. സെൻറ്ററിലും കൂടെ ഒരു പിന്ന് കുത്തി കൊടുക്കണം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ ആ ലൈൻ മാർക്ക് ചെയ്ത അതിലൂടെ ആ 3 ഇഞ്ചിന് കണക്കായിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ആ വരച്ച ലൈനിലൂടെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴെ ഒന്ന് ലോക്ക് ചെയ്തതിന് ശേഷം ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലൂടെ ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കണം. അതും ഇതുപോലെ നമ്മൾ സ്റ്റാർട്ടിങ് പോയിന്റിൽ ചെരിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് ശേഷം അവിടുന്ന് വീണ്ടും ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കോർണർ വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്ത സ്റ്റിച്ചിൻ്റെ അവിടേക്ക് ജസ്റ്റ് ഒന്ന് ചെരിച്ച് വേണം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെയാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ ഈ ആദ്യം സ്റ്റിച്ച് ചെയ്ത ആ ഫസ്റ്റ് ലൈൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് അത് ഇതുപോലെ കത്രിക വെച്ചിട്ട് ആ സ്റ്റിച്ച് ചെയ്ത ആ സ്റ്റിച്ചിൻ്റെ മുകളിലൂടെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ അറ്റം വരെ കട്ട് ചെയ്ത് കൊടുക്കണം. നമ്മൾ സ്റ്റിച്ചിൻ്റെ അറ്റത്ത് കട്ട് ചെയ്യരുത്, അതിൻ്റെ കുറച്ച് താഴെയായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ബാക്കി സൈഡും കൂടെ താഴേക്കും കൂടെ ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. സൈഡിലുള്ള ലൈൻ കട്ട് ചെയ്ത് പോവാതിരിക്കുക, സെൻറ്ററിലെ ലൈൻ മാത്രം കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ 2 സൈഡിലെയും കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് കട്ട് ചെയ്തതിന് ശേഷം ഉണ്ടാവുക. ഇനി വേണ്ടത് ഈ ലൈനിങ് നമുക്ക് ഉള്ളിലേക്ക്
തിരിച്ചിടണം. തിരിച്ചിട്ടതിന് ശേഷം അതിൻ്റെ മുകളിലാണ് നമ്മൾ സിബ് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ലൈനിങ് ഉള്ളിലേക്ക് എടുത്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ മുകളിൽ സിബ് വെച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. സിംഗിൾ ഫുട്ടാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. താഴത്തു നിന്നാണ് സിബ് സ്റ്റിച്ച് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇതുപോലെ പതുക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് സിബിൻ്റെ മറ്റേ ഭാഗം മുകളിൽ വെച്ചിട്ട് മുകളിൽ നിന്ന് താഴത്തേക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അത് ഇതുപോലെ ലൈനിങ്ങിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. നമ്മുടെ ടോപ്പിൻ്റെ രണ്ട് സൈഡും ഇതേപോലെ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ സ്റ്റിച്ചിങ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ളത്. മറ്റേ സൈഡും അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണുള്ളത്. ഇനി ചെയ്യുന്നത് സിബിൻ്റെ ബാക്കിയുള്ള പോർഷൻ കട്ട് ചെയ്ത് കളയുക. രണ്ട് സൈഡും ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. എന്നിട്ട് ബാക്കിയുള്ള ലൈനിങ് ഇതുപോലെ രണ്ടായി സിബിൻ്റെ മുകളിലൂടെ മടക്കിയിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇട്ട് കഴിഞ്ഞാൽ സിബിൻ്റെ അറ്റം ദേഹത്ത് കൊള്ളുന്നുള്ള പ്രശ്നം ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ. അതുപോലെ താഴത്തെ ഭാഗത്തെ സിബും ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ലൈനിങ് അതുപോലെ സിബിൻ്റെ മുകളിലേക്ക് മടക്കിയിട്ട് അതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻവിസിബിൾ സിബിൻ്റെ സ്റ്റിച്ചിങ്. നമുക്ക് ഈസിയായി തന്നെ നോർമൽ കുർത്തിയെ ഫീഡിങ് കുർത്തിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെയാണ് ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് ഉള്ളത്. സിബ് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഫീഡിങ് ഓപ്ഷൻ ഇല്ലാത്ത ഡ്രസ്സുകൾക്ക് നമുക്ക് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോകൾക്കായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. താങ്ക് യു.